നല്ലൊരു നോമ്പായിട്ട് ഇപ്രാവശ്യം ചപ്പാത്തിയും കോഴിക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു ഇടങ്ങാറ് വേണ്ട വെച്ചിട്ട് ഞാനും ഉമ്മയും കുറച്ച് ചപ്പാത്തിയും കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനും ഉമ്മ കോഴിക്കറിയുടെ അടുപ്പത്ത് ഉണ്ടാക്കാനും നിന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി ഇങ്ങനെ ചൂടാൻ വേണ്ടി പരത്തി വെച്ചാൽ പിന്നെ ഉമ്മാൻ്റെ കോഴിക്കറി ആയാൽ പിന്നെ ഉമ്മാക്ക് ചപ്പാത്തി ചൂടാലരച്ച് കാണ്ട് ഞാൻ പരത്തിക്കാണ്ട് പിന്നെ ഉമ്മാക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തുട്ടാ. അങ്ങനെ ഏതായാലും ഉമ്മ അവിടെ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകാണ്ട് റെഡിയാക്കിയിരുന്നു കേട്ടോ. ചുട്ട് റെഡിയാക്കിയിട്ട് വേണം പിന്നെ അവിടെ സമൂസ ഉണ്ടാക്കാരിച്ചു. സമൂസക്ക് ഞാൻ പിന്നെ അവിടെ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിനി. അപ്പോൾ പിന്നെ ചട്ടിയിൽ തന്നെ അങ്ങാണ്ട് സമൂസക്കും കൂടി ഉണ്ടാക്കിയാൽ പിന്നെ അതായല്ലോ. പിന്നെ ഉമ്മാൻ്റെ കോഴിക്കറിയത്തെ 2-3 കണ്ടെടുത്ത് കണ്ട് പിന്നെ ഞാൻ ആ സമൂസയ്ക്ക് കുറച്ച് കോയിൻ്റെ കണ്ടിട്ട് കണ്ട് അങ്ങനെ ഒരു സമൂസേൻ്റെ ഉള്ളിൽ കിടാനുള്ള സാധനമായിട്ടോ. എന്നിട്ട് പിന്നെ ഞാനവിടെ കഞ്ഞിക്കുടുക്കക്ക് വെള്ളം വെച്ചുവേ. അങ്ങനെ ഏതായാലും പിന്നെ ഞാനവിടെ കഞ്ഞിക്കുടുക്കക്ക് വെള്ളം വെച്ച് പിന്നെ ഞാൻ പിന്നെ സമൂസൻ്റെ ഒലിക്ക് സമൂസ നിറച്ചക്കാലോ വിചാരിച്ച് സമൂസൻ്റെ ഒലിക്ക് പിന്നെ എല്ലാം നിറച്ച് വെച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും അതൊക്കെ റെഡിയായി. ഇനി ഏതായാലും പൊരിച്ച് വെച്ചിട്ട് അത് പൊരിച്ചിക്കാണ്ട് പിന്നെ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് നോമ്പറക്കാൻ. ചപ്പാത്തിയും കോഴിക്കറിയും സമൂസയും ബത്തക്കള്ളം പിന്നെ ഞാൻ നേരത്തെ അടിച്ചിരുന്നു. അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേനു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നോമ്പറക്കാൻ.